ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വോയിസ് ഗ്രൂപ്പിലിട്ടായിരുന്നു. ഞാൻ എന്താണോ രാവിലെ വോയിസ് ഗ്രൂപ്പിലിട്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാർക്കറ്റ് അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്തു. ഇത് ഞാൻ വലിയ മിടുക്കായിട്ടൊന്നും പറയുകയല്ല, പക്ഷേ ഞാൻ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് പറയുമ്പോൾ ഈ 90 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ്, ഇത് 90 പോയിൻ്റ് ആയിരുന്നു ഗ്യാപ്പ് അപ്പ്. ഈ 90 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് വന്നപ്പോൾ ഞാൻ വളരെ ചിരിച്ചുകൊണ്ടാണ് രാവിലെ വോയിസ് ഇട്ടത്. ഇല്ലേ, എന്തിനു വേണ്ടിയാണോ ഈ 90 പോയിൻ്റ് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് താഴോട്ട് തന്നെ വരാനാണ് സാധ്യത എന്ന് ഞാൻ ഗ്രൂപ്പിൽ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരുന്നു. എത്ര പേര് വിശ്വസിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിന് നമ്മളെല്ലാ സാധ്യതകളാണ് പറയുന്നത്. ഓക്കെ, നമ്മളെങ്ങനെയാണ് ഈ സാധ്യതകളെ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. എനിക്ക് കുറേ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ പുതിയതായിട്ട് വന്നവരും മാർക്കറ്റിൽ പുതുതായിട്ട് വന്നവരും ഈ ഗ്രൂപ്പിൽ പുതുതായിട്ട് വന്നവരോടും എനിക്ക് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, പലരുടെയും ഇൻബോക്സിലുള്ള മെസ്സേജിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളോട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും സാധ്യതകൾ മാത്രമേ ഉള്ളൂ. സാധ്യതകൾ, അതായത് പ്രോബബിലിറ്റീസ്. ഓക്കെ, അല്ലാതെ 100% ഒരിക്കലും നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഉഡായിപ്പാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം 70% പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? 70% നമുക്ക് അതിനകത്തിൽ 30%-ത്തിന് മേളോട്ട് ഒരു പക്ഷേ നമ്മുടെ വ്യൂ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ എപ്പോഴും അവിടെയുണ്ട്. നമ്മളെപ്പോഴും അത് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും നമ്മളൊരു വ്യൂ പറയുമ്പോൾ അതിനൊരു മറുവശം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും ഒരു പൊസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പം അതിനകത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കാനോ ഒക്കെ നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പം എപ്പോഴും ഇത് ഓപ്പോസിറ്റ് പോയാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മളെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിനോട് വളരെ ചിരപരിചിതമായിട്ട് ഇടപെടുമ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാകുക. നമ്മൾ സ്ഥിരമായിട്ട് മാർക്കറ്റിൻ്റെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിനെ നമ്മൾ സ്ഥിരമായി വീക്ഷിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ സാഹൂത ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പഠനം നിർബന്ധമാണ്. നമ്മൾ ശരിക്കും പഠിച്ചും മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാതെ രാവിലെ വന്നിരുന്ന് പൊട്ടൻ്റെ മൊബൈലർ പോലെ എറിഞ്ഞ് നിങ്ങൾക്ക് വല്ലതും കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാക്കും. അതേസമയം നിങ്ങൾ കൃത്യമായി മാർക്കറ്റിനെ പഠിക്കുകയും ന്യൂസുകൾ അറിയുകയും മാർക്കറ്റിൻ്റെ ഡേറ്റകൾ, സ്ട്രക്ചർ, അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് പോകുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ ഒരു ഉത്തമ ഫ്രണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിച്ചു, ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഈ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ നിങ്ങൾ വളരെ നാളുകളായിട്ട് നിങ്ങൾ വളരെ അടുപ്പത്തിലാണ്, നിങ്ങൾ എല്ലാ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരാൾ മറ്റൊരാളോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും രണ്ടുപേരുടെയും സ്വഭാവങ്ങളും പിന്നെ അവരുടെ പോരായ്മകളും അവരുടെ വീക്ക്നെസ്സും അവരുടെ സന്തോഷം വരുന്ന സാഹചര്യങ്ങളും എല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും പരസ്പരം ഈ ഉറ്റ സുഹൃത്തുക്കൾ, അല്ലേ? അപ്പോൾ ഈ ഉറ്റ സുഹൃത്തിൽ ഒരാളുടെ മുഖം വാടിയാലും അവൻ്റെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ ലാഞ്ചനം ഉണ്ടായാലും, ഇത് 2 കാര്യമുണ്ടായാലും മറ്റേ സുഹൃത്തിന് ഇത് പറയാതെ തന്നെ അവന് മനസ്സിലായി പറഞ്ഞേ. ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാലും അവനൊരു നല്ല കാര്യം ഉണ്ടായാലും അവനത് പറയാതെ തന്നെ അവൻ്റെ മുഖത്തു നിന്ന് അവന് മറ്റേ കൂട്ടുകാരൻ എന്ത് ചെയ്യാൻ പറ്റും? അത് വായിച്ച് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ പറയുമ്പം ഒരു പക്ഷേ നിങ്ങളിൽ പലരും ചിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്താണ് പറയുന്നത് നിങ്ങൾ ധരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യം ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഒരു കൂട്ടുകാരനെ പോലെ മാർക്കറ്റിനെ കണ്ടാൽ, ഓക്കെ, അതായത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ എല്ലാ പോരായ്മകളും അവൻ്റെ വീക്ക്നെസ്സും അവൻ്റെ പോസിറ്റീവ് സൈഡും എല്ലാം അറിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഭാവഭേദമുണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ, അല്ലെ അവൻ്റെ മുഖമൊന്ന് വാടിയാൽ, മുഖമൊന്ന് കറുത്താൽ, ദേഷ്യപ്പെട്ടാൽ, അല്ലെ സന്തോഷം വന്നാൽ, അതിൻ്റെയൊക്കെ കാരണം ഈ ഉറ്റ സുഹൃത്തിന് അവൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ മാർക്കറ്റിനെ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ കൂടെ കൃത്യമായി നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ഇന്ന് 90 പോയിൻ്റ് ഗ്യാപ്പ് അപ്പോൾ 90 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അല്ലേ, നിങ്ങൾ ആ വോയിസ് കേട്ട് നോക്കിയാൽ അറിയാം. അതിവിടെ പ്ലേ ചെയ്യുന്ന സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യാത്തത്. ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ 90 പോയിൻ്റ് ഇത് ഓപ്പൺ ചെയ്താൽ ഞാൻ താഴോട്ട് വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലെന്ന് പറഞ്ഞു. 90 പോയിൻ്റ് ഓപ്പൺ ചെയ്ത് അത്രയും പോയിൻ്റ് തന്നെ നേരെ എന്ത് ചെയ്തു, നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഇന്നലെ എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, അല്ല ഇന്നലെ മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത് ആ പോയിന്റിൽ മാർക്കറ്റ് വന്ന് അവസാനിച്ചതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു അല്ലേ. എന്ത് ക്ലിയറാണ്. അപ്പോൾ ഇങ്ങനെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതിന് സമയമെടുക്കും. 1 2 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്കിതിനകത്ത് വിജയിക്കാൻ പറ്റത്തില്ല. നിരന്തരമായി നിങ്ങൾ മാർക്കറ്റിൻ്റെ കൂടെ നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാനിത് ഏകദേശം മനസ്സിലാക്കാൻ 2.5 മുതൽ 3 വർഷം എടുത്തു ഇത് മനസ്സിലാക്കാൻ. ഓക്കെ, അന്ന് ഇതുപോലെ പറഞ്ഞു തരാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി പറയാനും ഞാനല്ലേ മറ്റൊരാൾ നിങ്ങളുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വന്നവർക്ക് പഠിക്കാൻ എളുപ്പം ധാരാളം സോഴ്സുകൾ മാർക്കറ്റിലുണ്ട്, ധാരാളം അവസരങ്ങളും അതിന് ഉപോത്ബലകമായിട്ടുള്ള പല കാര്യങ്ങളും മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ് വെറുതെ എന്താ പറയുന്നത് കാട് കയറി പോവല്ല, പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരാൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, സാർ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ 25,000 മുകളിൽ 25,050 25,050 മുകളിൽ ഇവിടെ ഉണ്ട് മാർക്കറ്റ്. എടുക്കട്ടെ അങ്ങോട്ടെ. 25,050 മുകളിൽ മാർക്കറ്റ്. ഇന്നലത്തെ മാർക്കറ്റ് ഇവിടെ ഇന്നലെ 19 അല്ലേ, ഇന്ന് 20 അല്ല, ഇന്നലെ 20 സോറി ഒരു മിനിറ്റ് നിന്ന് എടുത്തോട്ടെ. ഇത് ഇവിടെ അല്ലേ. ഓക്കെ, ഇന്നലെ 20-ാം തീയതി. ഓക്കെ, നിങ്ങൾ ഒരാളിനോട് ചോദിച്ചു, സാർ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ മാർക്കറ്റ് 25,050 മുകളിൽ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഷോർട്ട് കവറിങ് ഉണ്ടാകുമെന്ന്. ഞാനത് വെച്ച് ഞാൻ ട്രേഡ് എടുത്ത് എനിക്ക് ലോസ് വന്നു എന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അയാൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ അന്ധമായിട്ട് ഞാനെന്നല്ല ഒരു മനുഷ്യനെയും അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെ ഷെയർ ട്രേഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരു മനുഷ്യനെയും അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത്, 15 മിനിറ്റ് നേരം ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഷോർട്ട് കവറിങ്ങുള്ള സാധ്യതയുണ്ട്. കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇന്നലെ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഈ മാർക്കറ്റിൽ ഇതിൻ്റെ സ്ട്രെങ്ത് നോക്കിക്കേ, എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് ഉണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്, ഈ 25,050 മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരു ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് കവറിങ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെ സംഭവിച്ചില്ല. മോളോട്ട് കയറുന്നു വീഴുന്നു, മോളോട്ട് കയറുന്നു വീഴുന്നു, മോളോട്ട് കയറുന്നു വീഴുന്നു, മോളോട്ട് കയറുന്നു വീഴുന്നു. ഇവിടെ ഒരിക്കലും നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഇല്ല ഇല്ലേ, ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല. സസ്റ്റൈനബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ് ഒരു ഷോർട്ട് കവറിങ് റാലി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു. വീണ്ടും പറഞ്ഞ് നിങ്ങളെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളതിനെ അന്ധമായിട്ട് വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനത് പറഞ്ഞു ശരിയാണ്, പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തീരുമാനം നിങ്ങളുടെയാണ്. മനസ്സിലായോ? അവിടെ പല ഇത് ഞാൻ തലേ ദിവസം പറയും. ഇന്നിപ്പോൾ നാളെ രാവിലെ മാർക്കറ്റുണ്ടാകുന്ന സംഭവവികാസത്തെ ഞാൻ ഇന്നാണ് പറയുന്നത്. നാളെ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പല സംഭവവികാസങ്ങളുണ്ടാകും. അല്ലെ ഈ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനോ അല്ല പുറകോട്ട് വലിക്കാനോ ഉള്ള പല സംഗതികളും ആ സമയത്തൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് വേണം എൻ്റെ ഈ വ്യൂവും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കാൻ. മനസ്സിലായല്ലോ? അല്ല ഞാൻ മാത്രം പറഞ്ഞത്, എൻ്റെ പറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞത് തൊണ്ടോടാതെ വിഴുങ്ങിയിട്ട് നാളെയാണ് അങ്ങേരി പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അട്ടർ ഫൂളിഷ്നെസ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോബബിലിറ്റിയാണ് പറയുന്നത്, ഒരു സാധ്യതകളാണ് പറയുന്നത്. ആ സാധ്യതകളെ ഊട്ടി ഉറപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? ആ സാധ്യത 100% റെഡിയാകുമോ അല്ലെ അത് ഫ്ലോപ്പ് ആകുമോ എന്നുള്ളത് അന്നേരത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും സ്ട്രക്ചറും സ്ട്രെങ്തും ഒക്കെ വെച്ച് വേണം നിങ്ങൾ അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അല്ലാതെ ഞാൻ പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് പോയി ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഫൂളെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ.
മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഞാനെന്നല്ല ആരെയും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കാം, പക്ഷേങ്കിൽ തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം. ആ തീരുമാനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ സ്ട്രെങ്തും മാർക്കറ്റിലെ ന്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങളുടെ ട്രേഡ് എടുക്കാൻ. ഓക്കെ, പറഞ്ഞ് ഒത്തിരി കാട് കയറി പോകുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞത് നിങ്ങൾ പുതിയതായിട്ട് വന്നോട് അറിയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് അത് നമുക്ക് നോക്കാം. ഇനി ആദ്യം മാർക്കറ്റ് എവിടെ നിന്ന് ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ വന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും റിവേഴ്സ്. ഇവിടെ നമുക്ക് ഒരു ബിഗിനറിന് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം നമുക്കൊരു എൻട്രി പോയിന്റ് നമുക്ക് ഇവിടെ ഇല്ല. ബിഗിനറിന് ഒരു എൻട്രി പോയിന്റ് ഇല്ല. പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി ആയിരുന്നു. ഞാൻ പറഞ്ഞു എക്സ്പയറി ഡേയിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്കൊരു എൻട്രി പോയിന്റ് ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. ഇതാ ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു എൻട്രി, ഇവിടെ വന്ന് ഒരു എൻട്രി, ഒരു റീടെസ്റ്റ് 5 യൂണിറ്റ് ക്യാൻഡിൽ എടുത്ത് കഴിഞ്ഞാലും എത്രത്തോളം സക്സീഡ് ആകുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേങ്കിൽ അതിനുശേഷം ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമുക്ക് ഒന്ന് നോക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഇവിടെ നമുക്ക് ഒരെണ്ണം ഉണ്ട്. പക്ഷേ എത്രത്തോളം അത് സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ, കാരണം ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് DK വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ന് വിക്സും നേരെ താഴോട്ടായിരുന്നു അല്ലേ. അപ്പം അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, വീണ്ടും ആടിക്കളിച്ചു, പിന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് മാർക്കറ്റ് പോയി അല്ലേ, ഒരു കൺസോൾട്ടേഷൻ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കിട്ടി. പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് അത് സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. അവസരങ്ങളുണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ ഒരവസരം, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ എത്ര പോയിന്റ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഓപ്പർച്യൂണിറ്റികളുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് എന്താ പറയുന്നത് ഒരു മനസ്സമാനത്തോടെ ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇതൊന്നും കണക്കൂട്ടാൻ പറ്റത്തില്ല. ഓക്കെ, പോട്ടെ. പിന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ. അപ്പോൾ അവസരങ്ങളുണ്ട്, പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ന് പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ടും ടൈം DK ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ വിക്സും നേരെ താഴോട്ടായിരുന്നു ഇല്ലേ. വിക്സും -3.5% ഉള്ള വിക്സും താഴോട്ട് വന്നു. അപ്പം എല്ലാം കൂടെ നമ്മൾ നോക്കുന്ന ഉടനെ നമുക്കൊരു ബിഗിനറിന് ഒരു ട്രേഡ് എന്നെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് എടുത്താലും 5 മുതൽ 10 പോയിന്റ് വരെ എടുത്ത് മാറാൻ തയ്യാറുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവസാന നിമിഷമൊക്കെ ഇതുപോലെ ഒരു ഫോളോ ഒക്കെ കിട്ടി. പക്ഷേ അതൊന്നും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ അല്ലായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ട്രേഡർ അല്ലെങ്കിൽ മാർക്കറ്റിൽ കുറേ നാൾ നിന്ന് ചിരപരിചിതമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, ആ അവസരം കാത്തിരുന്ന് ട്രേഡ് എടുത്ത് നിങ്ങൾ ഒരു ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നാളെ എന്താണ്, ഒന്നും പറയാനില്ല ഇവിടെ. നാളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ്. നാളെ എന്താണ് ഇവിടെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ലൈനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോയിൻ്റ് കൂടെ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം, അവിടെ കിടന്നോട്ടെ. ഇപ്പോൾ മാർക്കറ്റ് നാളെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കണം. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് 25.050 തന്നെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ 25.050 താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിന് ഇവിടെ ഇല്ല, ആ ലൈൻ വേണ്ട. ഓക്കെ, 25.050 താഴെ 25.076 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, 83 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലൈനും പൊട്ടിച്ച് 25.050 താഴെ പോയാൽ കൺഫർമേഷൻ 25,000 ആണ്. 25,000 വന്ന് റിവേഴ്സ് ചെയ്യുമോ അല്ലെങ്കിൽ 25,000 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമെന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ മാർക്കറ്റിന് എങ്ങോട്ട് മാർക്കറ്റ് തിരിയും എന്ന് നമുക്ക് പറയാം. ഇപ്പോഴും നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല മാർക്കറ്റ്, കാരണം 25,000 കിടന്ന് മാർക്കറ്റ് കിടന്ന് കളിക്കുകയാണ്. ഓക്കെ, അപ്പം 25,000 നിലനിർത്താൻ വേണ്ടി ബുൾസും 25,000 പൊട്ടിച്ച് താഴോട്ട് പോകാൻ വേണ്ടി ബയേഴ്സും വളരെയധികം ശ്രമിക്കും. അപ്പം ആര് വിജയിക്കും എന്നുള്ളത് ന്യൂസിനെയും മറ്റ് ഗ്ലോബലിയുള്ള ഘടകങ്ങളെയും ഇന്ത്യയുടെ താരിഫിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ അതിനൊക്കെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾ. അതുപോലെ തന്നെ GSTയുടെ തീരുമാനം വരാൻ കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പം എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അത് പോസിറ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകും, നെഗറ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരും. അപ്പം 25,050 നാളെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്നെങ്കിൽ 25,000 വരെ വരാനുള്ള സാധ്യതയുണ്ട്. 25,000 ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ താഴെ പോകും. ഇന്നും ഷോർട്ട് കവറിങ് റാലി നടന്നിട്ടില്ല. അതിനർത്ഥം FIs സ്റ്റില്ല് നല്ല ഷോർട്ട് പൊസിഷനാണ്. ഡേറ്റ വന്നിട്ടില്ല, പക്ഷേ ഡേറ്റ വന്ന ഒരു ഡേറ്റ പറയാം. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു DISൻ്റെ ട്രൗസറൊക്കെ കയറി നിൽക്കുവാണെന്ന് തോന്നുന്നു. കാരണം പഴയ മാതിരിയുള്ളൊരു ഇൻറ്റൻസിറ്റി ഇപ്പോൾ കാണുന്നില്ല. ഏകദേശം ഇന്നിപ്പം DIS 1,226 കോടിക്കാണ് വാങ്ങിച്ചത്, ബൈ ചെയ്ത്. പക്ഷേ FIs ഇന്ന് വിറ്റത് 1,246 കോടിക്ക്.
FIs ഇന്ന് വിറ്റത്. ഓക്കെ, അപ്പം രണ്ടും ഏകദേശം ഈക്വൽ. നെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ DASൻ്റെ ബൈയുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറഞ്ഞു. അപ്പം ഇതൊക്കെ എന്താ സൂചിപ്പിക്കുക എന്ന് ഇനി വരുന്ന ആളുകളിൽ നമുക്ക് കണ്ടറിയാം. അപ്പം ഞാൻ പറഞ്ഞു, മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 25,146 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അതിൻ്റെ കൺഫർമേഷൻ 25,181. അതിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് റാലി പറയാൻ പറ്റത്തുള്ളൂ നാളെ. ഓക്കെ, അപ്പം ഇത് 25,076 നിങ്ങൾ ഈ ലെവലിൽ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് 25,050 ബ്രേക്ക് ചെയ്ത് 25,000 ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ താഴോട്ടോ, എല്ലാം മുകളോട്ടാണെന്നുണ്ടെങ്കിൽ 25,115 ബ്രേക്ക് ചെയ്ത് പോയാൽ ഇന്നലത്തെ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ് പോകും. പക്ഷേ കൺഫർമേഷൻ 25,181. ഇത്ര മാത്രമേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ ഇന്നലത്തെ മാതിരി തന്നെ അവിടെ തന്നെ കിടന്ന് ആ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്, എങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, നട്ടം തിരികെ അവിടെ കിടന്നു. ഓക്കെ, അപ്പം ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെയും പറയാനുള്ളൂ. മിഡ് ക്യാപ്പിനകത്തിൽ എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനകത്തിൽ BSEക്കകത്തിൽ ഇന്ന് ഒരു സെൽ ഓഫ് വന്നു. അതുകൊണ്ടാണ് ഇന്ന് മിഡ് ക്യാപ്പ് നേരെ താഴോട്ട് പോകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ BSE നമ്മുടെ ഇൻഡെക്സിൻ്റെയൊക്കെ വീക്കിലി എക്സ്പയറി ഇല്ലേ നിഫ്റ്റിക്കും, പിന്നെ നിഫ്റ്റിക്ക് സെൻസെക്സിനൊക്കെ വീക്കിലി എക്സ്പയറി ഇല്ല. അത് വീക്കിലി എക്സ്പയറി മാറ്റി മന്ത്ലി എക്സ്പയറി ആക്കാനുള്ള ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് വരുമാന നഷ്ടം. ഓരോ ആഴ്ചയാകുമ്പം ആൾക്കാർ കൂടുതൽ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യില്ല. അപ്പോൾ അതിനുള്ള അനുസരിച്ച് വരുമാനം അവർക്ക് കിട്ടും. അപ്പം മന്ത്ലി ആക്കുമ്പോൾ അതിന് വരുമാനം കുറയും. അത് അവരുടെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കും, ബ്രോക്കേഴ്സിനും BSEക്കും. അപ്പം CDSൽ എല്ലാവരെയും അത് ബാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റോക്കുകളും അത് ബാധിക്കും. അതുകൊണ്ടാണ് BSE ഇന്ന് താഴെ പോയത്. അതുകൊണ്ടാണ് ഇന്ന് മിഡ് ക്യാപ്പ് താഴെ പോയത്. അപ്പോഴും നോക്കുക, നമ്മുടെ ലെവൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ആ വഴിയിൽ നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇച്ചിരി നീണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചും സാഹൂതം വീക്ഷിച്ച് പഠിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.